Hi all, അപ്പം IOQM set 1-ലെ 10ാമതൊരു ക്വസ്റ്റ്യൻ നോക്കാം. The height and the base radius of a closed right circular cylinder are positive integers and its total surface area is numerically equal to its volume. And if its volume is k pi where k is a positive integer, what is the smallest possible value of k എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഹൈറ്റ് ആൻഡ് ദ ബേസ് റേഡിയസ് ഓഫ് എ ക്ലോസ്ഡ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സർക്കുലർ സിലിണ്ടർ ഒന്ന് വരയ്ക്കാം. ഇതിൽ ഇവിടെ ബേസ് റേഡിയസ് ആർ ഉണ്ട്, ഓക്കെ, ആൻഡ് ഇവിടെ എന്താ ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് എച്ചും ഉണ്ട്. ബേസ് റേഡിയസ് ആറും ഉണ്ട്, ഹൈറ്റ് എച്ചും ഉണ്ട്. നമുക്കറിയാം ഈ ഒരു സിലിണ്ടറിൻ്റെ ഔട്ടർ സർഫസ് ഏരിയ എത്രയായിരിക്കും? ഔട്ടർ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × h ആയിരിക്കും, ഓക്കെ. പ്ലസ് ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മളോട് പറഞ്ഞിട്ട്. ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ഇറ്റ്സ് വോളിയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കാണുമ്പോൾ എന്താണ്? ഔട്ടർ സർഫസ് ഏരിയ പ്ലസ് ഈ ഒരു 2 ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യണം, അല്ലേ? ഇതൊരു ക്ലോസ്ഡ് സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഈ മേലെയുള്ള ഏരിയയും താഴെയുള്ള ഏരിയയും കൺസിഡർ ചെയ്യണം. അപ്പം ഔട്ടർ സർഫസ് ഏരിയ നമുക്ക് 2πrh എന്ന് കിട്ടി. പ്ലസ് എന്തായിരിക്കും വരിക? പ്ലസ് മേലെയുള്ള ഏരിയ πr², താഴെയുള്ളതും πr². അപ്പോൾ 2πr², 2πr² ആഡ് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ന്യൂമറിക്കലി ഈക്വൽ ടു ഇറ്റ്സ് വോളിയം. സിലിണ്ടറിൻ്റെ വോളിയം എന്താ വരിക? πr² × h ആണ്, ഓക്കെ. πr² × h ആണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എന്താണ് ഫസ്റ്റ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അഗൈൻ രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് ഇഫ് ഇറ്റ്സ് വോളിയം ഈസ് k pi. വോളിയം എന്താണ്? k pi ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം ഈസ് k pi. നമുക്കറിയാം വോളിയം എന്താണ്? πr²h ആണ്. k pi ഈസ് ഈക്വൽ ടു πr²h ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും k ഈസ് ഈക്വൽ ടു r²h എന്ന് കാണാൻ പറ്റും, ഓക്കെ. k നമുക്ക് r²h എന്ന് കിട്ടി. ഇനി പറഞ്ഞിട്ടുണ്ട് ഇഫ് ഇറ്റ്സ് വോളിയം ഈസ് k pi വേർ k ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. kയും പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ പോസിബിൾ ഫോർ k എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ എല്ലായിടത്തും പൈ ഉണ്ട്. പൈ നമ്മൾ ക്യാൻസൽ ചെയ്തു. ആൻഡ് രണ്ട് സൈഡിലും ആർ ഉണ്ട്. ആർ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ 2h + 2r ഈസ് ഈക്വൽ ടു RH എന്ന ഫോമിലേക്ക് മാറും. ഇതിൽ നമുക്ക് എന്തെടുക്കാം? 2 കോമൺ ആക്കി എടുത്താൽ 2 × h + r ഈസ് ഈക്വൽ ടു RH. അല്ലാന്നുണ്ടെങ്കിൽ h + r ഈസ് ഈക്വൽ ടു RH/2. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് എത്തി, അല്ലേ? ഇനി ഇതിൽ നമുക്കറിയാം എച്ചും ആറും എന്താണെന്ന് തന്നിട്ടുണ്ട്? ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസും ഹൈറ്റും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ k എന്താ? k = r²h ആണ്. അപ്പോൾ kൻ്റെ മിനിമം വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ആറിൻ്റെയും എച്ചിൻ്റെയും അവിടെയും നമ്മൾ മിനിമം വാല്യൂ അല്ലേ നോക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ എച്ചിനും ആറിനും നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 3,6. എച്ചിന് 3 കൊടുത്താൽ ആറിന് 6 കിട്ടും. ആൻഡ് എച്ചിന് 4 കൊടുത്താൽ ആറിന് 4 കിട്ടും. ആൻഡ് എച്ചിന് 6 കൊടുക്കുകയാണെങ്കിൽ ആറിന് 3 കിട്ടും. ഈ ഒരു 3 പെയർ നമുക്ക് പോസിബിൾ ആണ്, ഓക്കെ. നമുക്ക് ഈ ഒരു 3 പെയർ പോസിബിളായിട്ട് നമുക്ക് കിട്ടും, ഓക്കെ. ഇത് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ പെയർ പോസിബിളായിട്ട് കിട്ടും. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവിടെ നിന്ന് kൻ്റെ വാല്യൂ എത്രയാണെന്ന് പറയാൻ പറ്റും. h 3ഉം r 6ഉം ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും k = r²h ആണ്. അപ്പോൾ ഇവിടെ എന്താ? 6² × 3 എന്ന് വരും. h = 6 × 6 36, 36 × 3 എന്ന് പറയുമ്പോൾ 1080 വരും. ഇനി h 4, r 4 ആണെങ്കിൽ നമുക്ക് k = എന്തെന്ന് പറയാൻ പറ്റും? 4² × 4 h = 64 എന്ന് കിട്ടും. ഇനി h 6ഉം r 3ഉം ആണെങ്കിൽ k = എന്തായിരിക്കും? 3² × 6 which is equal to 54 എന്ന് കിട്ടും, ഓക്കെ. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇവിടെ നിന്ന് നമുക്ക് k 54 ആണ് കേക്ക് എടുക്കാവുന്ന മിനിമം വാല്യൂ എന്ന് നമുക്ക് കിട്ടും, ഓക്കെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നമ്മൾ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ ഈ ഒരു ഇക്വേഷൻ നോക്കൂ. 2h + 2r ഈസ് ഈക്വൽ ടു RH. ആ ഒരു ഇക്വേഷനെ 2h + 2r ഈസ് ഈക്വൽ ടു RH. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? RH - 2h - 2r ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം, ഓക്കെ. ഇതിൽ നിന്ന് ഞാൻ എച്ചിനെ കോമൺ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി r - 2 - 2r ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി h × r - 2 - 2rനെ ഞാൻ മാറ്റിയിട്ട് -2 × r - 2 എന്ന് എഴുതാണ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ -2 × r +4 അവിടെ വരും. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു -4 കൊടുത്തു, = 0 എന്ന് കൊടുത്തു. ഇനി ഞാൻ r - 2നെ കോമൺ എടുക്കുന്നു.
ആർ മൈനസ് ടുവിനെ കോമൺ എടുത്താൽ എന്ത് കിട്ടും? ആർ മൈനസ് ടു ഇൻറ്റു എച്ച് മൈനസ് ടു മൈനസ് 4 ഈക്വൽ ടു 0. 4 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഈക്വൽ ടു 4 എന്ന് വരും. ഓക്കെ, ആർ മൈനസ് ടു ഇൻറ്റു എച്ച് മൈനസ് ടു ഈക്വൽ ടു 4. ഇപ്പോൾ നമുക്കറിയാം, ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 4ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 4ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നേതാ? ഒന്നെങ്കിൽ ഈ ഒരു വാല്യൂ എന്തായിരിക്കണം? 1ഉം ഇത് 4ഉം ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് 2ഉം ഇത് 2 ആയിരിക്കണം അല്ലേ? 1 2 4 ആണ് 4ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് 4ഉം ഇത് 1ഉം ആയിരിക്കണം. ആ 3 പോസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ആർ മൈനസ് ടു എന്നുള്ളത് 1 എടുത്താൽ എച്ച് മൈനസ് ടു എന്നുള്ളത് 4 എടുക്കേണ്ടി വരും. ആർ മൈനസ് ടു നമ്മൾ 2 എടുക്കുകയാണെങ്കിൽ എച്ച് മൈനസ് ടു എന്നുള്ളത് 2 എടുക്കേണ്ടി വരും. ആർ മൈനസ് ടു എന്നുള്ളത് 4 എടുക്കുകയാണെങ്കിൽ എച്ച് മൈനസ് ടു നമുക്ക് 1 എടുക്കേണ്ടി വരും. ഓക്കെ, ഇനി ഞാൻ ആർ മൈനസ് ടു ഇസിക്കൽ ടു 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഇസിക്കൽ ടു 1 എടുത്താൽ ആർ ഇസിക്കൽ ടു 3 എന്ന് കിട്ടും. ഇനി എച്ച് മൈനസ് ടു അപ്പോൾ എന്താ? 4 ആണ്. അപ്പോൾ എച്ച് ഇസിക്കൽ ടു 6 എന്ന് കിട്ടും. അപ്പോൾ ആർ 3 ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും എച്ച് 6 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്താ? നെക്സ്റ്റ് കേസ് ആർ മൈനസ് ടു ഇസിക്കൽ ടു 2. അങ്ങനെയാണെങ്കിൽ ആർ ഇസിക്കൽ ടു 4. അതേപോലെ എച്ച് മൈനസ് ടു ഇസിക്കൽ ടു 2. അങ്ങനെയാണെങ്കിൽ എച്ച് ഇസിക്കൽ ടു 4. ഓക്കെ, അപ്പോൾ ആർ 4 ആണെങ്കിൽ എച്ച് 4 ആണ് കിട്ടി. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്? ആർ മൈനസ് ടു ഇസിക്കൽ ടു എന്താണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഇസിക്കൽ ടു 6 എന്ന് കിട്ടും. എച്ച് മൈനസ് ടു ഇസിക്കൽ ടു 1 ആണ്. ആർ ഇസിക്കൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെ 3 കേസസ് നമുക്കിങ്ങനെ കിട്ടി. ജസ്റ്റ് നമുക്ക് ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് തന്നെ കിട്ടും. സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇവിടെ ആർ ഇസിക്കൽ ടു 3 നമ്മൾ കൊടുത്ത് എച്ച് ഇസിക്കൽ ടു 6 നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കെ ഇസിക്കൽ ടു 54 എന്നൊരു ആൻസറിലേക്ക് അവിടെ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കെയുടെ മിനിമം വാല്യൂ 54 ആയിരിക്കും.